ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസ്, ബിസിനസ്, ടെക്നോളജി എന്നിവ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുക എന്നതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. നമുക്കറിയാം, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് മൈക്രോസോഫ്റ്റിൻ്റെ പിൻബലത്തോടുകൂടി ഓപ്പൺ AI എന്ന കമ്പനി ChatGPT എന്ന AI പവേർഡ് ചാറ്റ് ബോട്ടിനെ അവതരിപ്പിച്ചു. നമ്മൾ ചാനലിൽ ആദ്യത്തെ വീഡിയോ ആയിട്ട് അത് ചെയ്തതുമാണ്. അത് ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോൾ ChatGPTക്ക് ബദലായി ഗൂഗിൾ അവരുടെ പ്രൊഡക്റ്റിനെ ഇറക്കിയിരിക്കുകയാണ്. ബാർഡ് എന്നാണ് അതിൻ്റെ പേര്. ബാർഡ് ഗൂഗിൾ സെർച്ചിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ChatGPT മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിനായ ബിങ്ങിനെ പവർ ചെയ്യും എന്നാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. ഇതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ്. മൈക്രോസോഫ്റ്റും ഗൂഗിളും തമ്മിലുള്ള ഒരു AI ഫൈറ്റിൻ്റെ യുഗം. രണ്ട് കമ്പനിയും അവരുടെ അനൗൺസ്മെൻറ്റ് നടത്തിയത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫെബ്രുവരി 7 മൈക്രോസോഫ്റ്റ് അവരുടെ ChatGPT സെർച്ച് എഞ്ചിനുമായി കൂട്ടിച്ചേർക്കുന്നു എന്ന് അനൗൺസ് ചെയ്തു. അടുത്ത ദിവസം തന്നെ ഗൂഗിളും അവരുടെ AI ചാറ്റ് ബോട്ടിനെ അവതരിപ്പിച്ചു. ആദ്യം നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ CEO സത്യ നാദല്ല എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. അദ്ദേഹം ഇൻ്റർനെറ്റിൻ്റെ സെർച്ചിനെ 3 ഫേസ് ആക്കിയിട്ടാണ് പറഞ്ഞത്. ഇൻ്റർനെറ്റ് സെർച്ച് ആദ്യം ഒരു സർവീസായി PCകളിൽ വന്നു. പിന്നെ അത് മൊബൈൽ ഫോണിൽ വന്നു. അത് പലതരം ആപ്പുകളുടെ രൂപത്തിൽ വന്നു. ഇനി അത് വരാൻ പോകുന്നത് AIയുടെ രൂപത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ടും സെർച്ചിന് കാര്യമായ മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് മോശമായതാണ് എന്ന് പറയാം. ഗൂഗിളിൻ്റെ കീവേഡ് സെർച്ച് കാരണം സെർച്ച് അക്യുറൻസി കുറയുകയും മോശമായതുമാണ് എന്ന് പറയുന്നവരും ഉണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിൻ ആയ ബിങ്ങിൽ സെർച്ച് കൂടാതെ 3 കാര്യങ്ങൾ കൂടി ചെയ്യാൻ കഴിയും. ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ചാറ്റ് വിത്ത് യു, ക്രിയേറ്റ് ന്യൂ തിങ്സ്. ബിങ്ങിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ 40% ആളുകളും എന്തെങ്കിലും സെർച്ച് ചെയ്ത് ഉടൻ തന്നെ ബ്രൗസർ ക്ലോസ് ചെയ്യുന്നു എന്നതാണ്. കാരണം അവർക്ക് വേണ്ട റിസൾട്ട് കിട്ടുന്നില്ല. പുതിയ ബിങ് AI പവേർഡ് ആണ്. ChatGPTയേക്കാളും ശക്തനാണ്. കാരണം ChatGPTയും അതുപോലുള്ള മറ്റു ഫീച്ചറുകളും അടങ്ങിയതാണത്. അതുപോലെ ChatGPTയെ കൂടുതൽ കരുത്തനാക്കാനും ഇതിന് സാധിക്കും. കാരണം ഇനി മുതലുള്ള എല്ലാ സെർച്ചുകളെക്കുറിച്ചും ബാക്കെൻഡിൽ ChatGPTയെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബിങ് ഇൻ്റർഫേസിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ സാധാരണ കിട്ടുന്ന പോലുള്ള സെർച്ച് റിസൾട്ടുകൾ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് കിട്ടുകയും വലത്തെ ഭാഗത്ത് ChatGPTയുടെ ഉത്തരവുമാണ് കിട്ടുക. നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചും ഭാവിയിലുള്ള കാര്യത്തെക്കുറിച്ചും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ഉത്തരം ബിങ് തരും. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ബിങ്ങിൽ സെർച്ച് ചെയ്യുന്നു, വിൽ ദ IKEA കിൽപാൻ ലവ് സീറ്റ് ഫിറ്റ് ഇൻ ടു മൈ 2090 ഹോണ്ട ഒഡീസി ഇഫ് ഐ ഫോൾ ഡൗൺ ദ സീറ്റ്. അതായത് IKEAയുടെ ലവർ സീറ്റ് എന്ന ഒരു ചെയർ അല്ലെങ്കിൽ സോഫ എൻ്റെ 2019 ഹോണ്ട ഒഡീസി എന്ന കാറിൽ ബാക്ക് സീറ്റ് ഫോൾഡ് ചെയ്താൽ കയറുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇടത്തെ സൈഡിൽ വന്ന റിസൾട്ട് നിങ്ങൾ കണ്ടോ? സാധാരണ വരുന്നത് പോലെയുള്ള റിസൾട്ട് ആണ് വന്നത്. സോഫയുടെ ചിത്രം, അത് വാങ്ങുന്നതിനുള്ള ലിങ്ക് തുടങ്ങിയവ. എന്നാൽ നിങ്ങൾ വലത്തെ സൈഡിലേക്ക് നോക്കൂ. AI ഉപയോഗിച്ചു ബിങ് നൽകിയ ഉത്തരം ചിലപ്പോൾ ഫിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തരുന്നത് പോലെ അത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനത്തെ ഉത്തരം ഇതിനു മുൻപ് നമുക്ക് കിട്ടാത്തതാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. എന്താണ് അവർ ഇനി പറയുന്നത് എന്ന് നോക്കാം.
ഇനി ഷോപ്പിംഗ് എങ്ങനെ മാറുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 65 TV പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ഇതാ നമുക്ക് നോർമൽ ആയിട്ട് ഉള്ള ആൻസേഴ്സ് കാണുന്നു. ഇനി കുറച്ച് റിഫൈൻ ആയിട്ടുള്ള ഉത്തരം വേണമെങ്കിലോ നമുക്കിവിടെ ചാറ്റ് എന്ന ഭാഗത്ത് പോയി നോക്കാം. അപ്പോൾ അവിടെ ഇതേ ചോദ്യത്തിൻ്റെ AI ഉത്തരം ഉണ്ടാവും. വളരെ സീംലെസ് ആയി നമുക്ക് ആ ഉത്തരം കിട്ടും. ഇനി നമുക്ക് അതിനോട് കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഇതിൽ ഏത് TV ആണ് ഗെയിമിംഗ് നല്ലത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് ഗെയിമിംഗ് സ്പെക് ഹൈലൈറ്റ് ചെയ്തു തരും. ഇനി നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുള്ള മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിൽട്ടർ ചെയ്തു തരും. മറ്റൊരു ഉപയോഗം നോക്കാം. നിങ്ങൾക്കൊരു PDF നെറ്റിൽ നിന്നും കിട്ടി. ശേഷം അതിനെ സമ്മറൈസ് ചെയ്യാൻ പറയാം. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതിനെ ഇൻ്റർനെറ്റിലുള്ള മറ്റൊരു PDFുമായോ എന്തെങ്കിലുമായോ കമ്പയർ ചെയ്യുകയും വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കീ പോയിന്റ് മാത്രം എടുത്തു തരാൻ പറയാം. ഇവിടെ കാണിച്ച രീതി നോക്കൂ. ഗ്യാപ്പ് എന്ന കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് എടുത്തു അതിനെ ലുലു മെലോൺ എന്ന കമ്പനിയുടേതുമായി കമ്പയർ ചെയ്ത് ടേബിൾ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. നോക്കൂ എത്ര വേഗത്തിലാണ് അത് ഉണ്ടാക്കി തന്നത്. സാധാരണ രീതിയിൽ ആണെങ്കിൽ എത്ര സമയം നമുക്കിതിനാവും. ഇതിന് നമ്മൾ മൈക്രോസോഫ്റ്റിനെ അഭിനന്ദിക്കേണ്ടതാണ്. നിങ്ങൾ ഇതുവരെ ChatGPTയെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ ഈ ലോകം മാറിയിരിക്കുന്നു. നമ്മൾ അതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഇത്രയും കാലം നമ്മളെ സെർച്ച് ചെയ്യാൻ സഹായിച്ച ഗൂഗിളിന് ഇതിനുള്ള മറുപടി എന്താണ് എന്ന് നോക്കാം. ഗൂഗിളിൻ്റെ ChatGPTക്കുള്ള ഉത്തരമാണ് ബാഡ്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ലോഞ്ച് തന്നെ ഗൂഗിളിന് വലിയ നഷ്ടവും തലവേദനയുമാണ് സൃഷ്ടിച്ചത്. ഗൂഗിൾ ബാഡിൻ്റെ ആദ്യത്തെ ഉത്തരത്തിൽ തന്നെ വലിയൊരു തെറ്റുണ്ടായി. ബാഡിൽ ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് ദ ഡിസ്കവറി ഓഫ് ഫ്രം ദ ജെയിംസ് വെബ് ടെലസ്കോപ്പ്? Can I tell to my 9-year-old about it? ബാഡ് ഒരുപാട് ഉത്തരങ്ങൾ നൽകി. അതിൽ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ആണ് സോളാർ സിസ്റ്റത്തിന് പുറത്തുള്ള ഒരു പ്ലാനറ്റിൻ്റെ ചിത്രമെടുത്തത് എന്ന് ഒരു ഉത്തരമുണ്ടായിരുന്നു. അത് തെറ്റുത്തരം ആയിരുന്നു. ഹബിൾ ടെലസ്കോപ്പാണ് ആദ്യമായി എടുത്തത്. ഇതു കാരണം ഗൂഗിളിൻ്റെ ഷെയർ 7% ഇടിഞ്ഞു. ഗൂഗിളിൻ്റെ ഇവൻ്റ് വളരെ ഡിസപ്പോയിൻ്റ് ആയിരുന്നു. AI-യെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. കൂടുതൽ സമയം അവർ ഇപ്പോഴുള്ള പ്രൊഡക്റ്റിൻ്റെ പുതിയ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർ അവരുടെ ബാഡിനെ പരിചയപ്പെടുത്തിയത്. ഗൂഗിളിൻ്റെ മുൻപേയുള്ള ലാംഗ്വേജ് മോഡലായ ലാംഡ പവേർഡ് ആയിട്ടാണ് അവർ ബാഡിനെ ഇറക്കിയത്. ഇതിനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് അവർ അവതരിപ്പിച്ചത്. ഒന്നിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. ബാഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് വെച്ചാൽ നോറ ആണ്. നോറ എന്നാൽ നോ വൺ റൈറ്റ് ആൻസർ എന്നാണ്. എല്ലാ ചോദ്യങ്ങൾക്കും പല ഉത്തരങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ബാഡ് പല കാഴ്ചപ്പാടുള്ള ഉത്തരങ്ങൾ നമുക്ക് പോയിൻ്റായിട്ട് നൽകും. പിന്നെ ആ ഇവൻറ്റിൽ നടന്നത് ഗൂഗിളിനെ നാണം കെടുത്തിയൊരു സംഭവമാണ്. പ്രസൻറ്റർ ലിൻസെ റീഡ് ഗൂഗിൾ ലെൻസിൻ്റെ പുതിയ സെർച്ച് ഫീച്ചറിനെ അവതരിപ്പിക്കുകയായിരുന്നു. ലൈവ് ഡെമോ ചെയ്യാൻ നോക്കുമ്പോൾ അവർ അതിനുള്ള ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. ഇത് ടെക് പ്രസൻറ്റേഷനിൽ വളരെ ഒരു എംബറേസിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് എന്നാണ് പിന്നീട് പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതേപോലെ അവർ അവരുടെ ലൈവ് സ്ട്രീമിൽ കമൻറ്റ് ഓഫ് ചെയ്തു വെച്ചു. ഇത് മുൻപൊന്നും ഇല്ലാത്തതാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ഇവൻ്റ് എക്സൈറ്റിംഗ് ആയി ഒന്നും തന്നെ അവതരിപ്പിച്ചില്ല. മുൻപുണ്ടായിരുന്ന ലാംഡയെ ബാഡ് എന്ന പേര് മാറ്റി അവതരിപ്പിച്ചു എന്നല്ലാതെ. അവർ പ്രിപ്പയർ അല്ലാതെ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഇവൻ്റായിട്ടാണ് ഇത് പൊതുജനത്തിന് മനസ്സിലായത്. ChatGPTക്ക് എതിരെ ഞങ്ങളുടെ കയ്യിൽ
ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം. പക്ഷേ അവരുടെ ഈ പുവർ പെർഫോമൻസ് കാരണം ഗൂഗിളിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞു. 100 ബില്യൻ്റെ നഷ്ടമാണ് ഗൂഗിളിന് ഉണ്ടാക്കിയത്. മാർക്കറ്റ് മൊത്തത്തിൽ മോശം സമയമായത് കൊണ്ടുകൂടിയാണിത് സംഭവിച്ചത്. പക്ഷേ ഗൂഗിൾ വളരെ നല്ല ഒരു ChatGPT കോമ്പറ്റീറ്ററിനെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം അതല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. ആദ്യത്തെ ബാറ്റിലിൽ മൈക്രോസോഫ്റ്റ് ജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ല വാൾ സ്ട്രീറ്റ് ജേർണലുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന് പുതിയ പ്രൊഡക്റ്റിനോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. AI. ഈ പുതിയ AI ചാറ്റ് യുദ്ധത്തിൽ മൈക്രോസോഫ്റ്റിന് നഷ്ടപ്പെടാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗൂഗിളിന് എല്ലാം നഷ്ടമാവും. കാരണം അവരുടെ മെയിൻ ഇൻകം സെർച്ചിൽ നിന്നുമാണ്. നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാന തൊഴിൽ നഷ്ടം എന്താണെന്ന് നോക്കാം. ബ്ലോഗേഴ്സിന് പണി കിട്ടും. സെർച്ചിൻ്റെ ഉത്തരം AI ചുരുക്കി പറഞ്ഞു കൊടുത്താൽ പിന്നെ ആരും ബ്ലോഗ് ഓപ്പൺ ചെയ്യില്ല. അതിൽ കാണിച്ചേക്കാവുന്ന പരസ്യത്തിൽ നിന്നുള്ള വരുമാനം അവർക്ക് കിട്ടുകയുമില്ല. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് AIയുടെ ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും. കണ്ട കാഴ്ചയിൽ ദോഷത്തിനേക്കാളേറെ ഗുണങ്ങളാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിനെ ഒന്നുകൂടി എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ നല്ലത് ഇതിൻ്റെ ഓഡിയോ വേർഷനാണ്. ലൈക്ക് അലക്സ, ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഉത്തരമായി പറഞ്ഞു തരും. എന്തായാലും 2 പേരും അവരുടെ പ്രൊഡക്റ്റിനെ അവതരിപ്പിച്ചു. എന്താണ് 2 പ്രൊഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ടെക്, ബിസിനസ്, സയൻസ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.